ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ചരിത്രത്തിലെ സുപ്രധാനമായ സംഭവങ്ങളിലൊന്നാണ് ടെന്നീസ് കോർട്ട് ഒത്ത് അഥവാ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. 1789 ജൂൺ 20 ഈ സംഭവം നടക്കുന്നത്. ഫ്രാൻസിൻ്റെ സമൂഹത്തെ 3 വിഭാഗമായി തരംതിരിച്ചിരുന്നു. ഫസ്റ്റ് എസ്റ്റേറ്റ്, സെക്കൻഡ് എസ്റ്റേറ്റ് ആൻഡ് തേർഡ് എസ്റ്റേറ്റ്. ക്ലർജി, നൊബിലിറ്റി, കോമണേഴ്സ്. ഫസ്റ്റ് എസ്റ്റേറ്റാണ് അവിടുത്തെ പുരോഹിത വർഗം, ക്ലർജി എന്നാണ് അവരെ വിളിച്ചിരുന്നത്. സെക്കൻഡ് എസ്റ്റേറ്റ് ആണ് നൊബിലിറ്റി. നല്ല സാമ്പത്തിക സ്ഥിതിയും സമൂഹത്തിൽ നിലയും വിലയുമുള്ള ആളുകളായിരുന്നു ഇവർ. ധാരാളം സ്വത്തുള്ള ആളുകളായിരുന്നു ഇവർ. ഇവർക്ക് നികുതി കൊടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. തേർഡ് എസ്റ്റേറ്റിൽ 2 തരം ആളുകൾ ഉണ്ടായിരുന്നു, മിഡിൽ ക്ലാസ്സുകാരും ലോവർ ക്ലാസ്സുകാരും. രാജ്യത്തിൻ്റെ ജനങ്ങളിൽ 98% തേർഡ് എസ്റ്റേറ്റ് ആയിരുന്നു. രാജ്യത്തിൻ്റെ മുഴുവൻ നികുതിയും കൊടുക്കേണ്ടത് ഇവരായിരുന്നു. 2 തരം നികുതി ഇവർ കൊടുക്കണമായിരുന്നു. ഒന്ന് രാജ്യത്തിനും മറ്റേ ചർച്ചിലും. പട്ടിണിയും പരിവട്ടവുമായ ഒരു ജീവിതമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. ഇവരാണ് പിന്നീട് വിപ്ലവത്തിന് നേതൃത്വം കൊടുത്തത്. ഇവർ എല്ലാ രീതിയിലും വളരെ അസംതൃപ്തരായിരുന്നു എന്ന് പറയാം. എങ്ങനെയും രാജ്യത്തെ ഈ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷിക്കണമെന്ന് ഇവർ തീരുമാനിച്ചു. ഈ പ്രതിസന്ധിയിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാൻ അധികാരികളെല്ലാം കൂടി ഒരു മീറ്റിംഗ് വിളിക്കാൻ തീരുമാനിച്ചു. അവിടുത്തെ പാർലമെൻറ്റായ എസ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർക്കാൻ തീരുമാനിച്ചു. 175 വർഷങ്ങൾക്ക് ശേഷമായിരുന്നു ഈ കൺവെൻഷൻ വിളിച്ചു ചേർത്തത്. 1789 മെയ് 5 എസ്റ്റേറ്റ് ജനറൽ വിളിച്ചു. ഇത് വെറുമൊരു പ്രഹസനമായി മാത്രമായിരുന്നു. ഈ 3 പേരും 3 ഡിഫറൻ്റായ കോണുകളിലാണ് സമ്മേളിച്ചിരുന്നത്. ഇവരെ ഒന്നിച്ച് മീറ്റിംഗ് ചേർക്കാൻ സമ്മതിച്ചിരുന്നില്ല. ഫസ്റ്റ് എസ്റ്റേറ്റിലെയും സെക്കൻഡ് എസ്റ്റേറ്റിലെയും ജനങ്ങൾ രാജാവിൻ്റെ തീരുമാനത്തെ അനുകൂലിച്ചു. തേർഡ് എസ്റ്റേറ്റ് ഇതിനെ പ്രതികൂലിച്ചു. 2-നെതിരെ ഒരു വോട്ടിന് തേർഡ് എസ്റ്റേറ്റുകാരുടെ അഭിപ്രായങ്ങൾ തള്ളിപ്പോയി. 1789 ഓരോ എസ്റ്റേറ്റിനും ഒരു വോട്ട് എന്നതിന് പകരം പങ്കെടുക്കുന്നവർക്കെല്ലാം വോട്ട് എന്ന തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ മാറണമെന്ന അഭിപ്രായം വന്നു. അങ്ങനെ ചെയ്താൽ ഇതൊരു പ്രശ്നമാണെന്ന് അവർക്ക് മനസ്സിലായി. ഫസ്റ്റ് സെക്കൻഡ് എസ്റ്റേറ്റിലുള്ളതിനേക്കാൾ ആളുകൾ തേർഡ് എസ്റ്റേറ്റിൽ ഉണ്ടായിരുന്നു. രാജാവ് അത് അംഗീകരിക്കാൻ തയ്യാറായില്ല. അങ്ങനെ തേർഡ് എസ്റ്റേറ്റിലെ ആളുകൾ ഒരു മീറ്റിംഗ് വിളിക്കാൻ തീരുമാനിച്ചു. 1789 ജൂൺ 20 മീറ്റിംഗ് കൂടാൻ തീരുമാനിച്ചു. മീറ്റിംഗ് നടക്കാതിരിക്കാൻ രാജാവ് മീറ്റിംഗ് വിളിച്ചു ചേർക്കാൻ തീരുമാനിച്ച ഹാൾ അടച്ചുപൂട്ടി സീൽ ചെയ്തു. അങ്ങനെ തേർഡ് എസ്റ്റേറ്റിലെ പ്രതിനിധികൾ ടെന്നീസ് കോർട്ടിൽ വെച്ച് ഒരു പ്രതിജ്ഞ എടുക്കുന്നു. ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ രൂപീകരിക്കാൻ അവർ തീരുമാനിക്കുന്നു. ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ രൂപീകരിക്കുന്നതുവരെ ഞങ്ങൾ പിരിഞ്ഞു പോവില്ല എന്ന് പറഞ്ഞ് അവർ ഒരു പ്രതിജ്ഞ എടുക്കും.